ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ ഞാൻ ഐ തിങ്ക് ഞാൻ പറഞ്ഞിരുന്നു എന്നാലും ഫസ്റ്റ് റീഡിങ്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, വേണ്ടവർ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, ക്വിക്ക് റീഡിംഗ് ആയിട്ട് പെട്ടെന്ന് തരാൻ പോലെയാണ് ചെയ്യുന്നത്. സോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, ആൻഡ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. പുതുതായിട്ടൊന്നുമില്ല, ചെറിയ റീഡിംഗ് എടുക്കാം. നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള ആൻസറാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളിതിൽ നിന്നൊരു പൈൽ സെലക്ട് ചെയ്തോളൂ. ഓക്കെ, ഒന്ന് കാണാം, അല്ലെങ്കിൽ വേറെ വേറെ കണ്ടോളൂ. ബട്ട് ഒരേ ക്വസ്റ്റ്യൻ മനസ്സിൽ വെക്കാതിരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ മാറ്റി ചിന്തിക്കുക. കാരണം ഒന്നിൽ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വേറെ വേറെ മനസ്സിൽ വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് ഒരു കാര്യത്തിൻ്റെ തന്നെ കുറച്ചുകൂടി ക്ലാരിറ്റി വേണം എന്ന് ചിന്തിച്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോളൂ. ഓക്കെ, അങ്ങനെ ശ്രമിക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഒരു പൈൽ ചൂസ് ചെയ്യൂ. ഓക്കെ, പൈൽ 1, പൈൽ 2, പൈൽ 3 ബ്ലൂ കളർ ഫസ്റ്റ് പൈൽ. ഓക്കെ, സെക്കൻഡ് പൈൽ യെല്ലോ. ഓക്കെ, ആൻഡ് തേർഡ് പൈൽ ഓറഞ്ച് കളർ. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്യൂ. ആൻഡ് ഇതിന് ജസ്റ്റ് ആൻസേഴ്സ് ആയിട്ട് നിങ്ങൾ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് മാത്രം നോക്കാം. ഞാൻ ബുക്ക് എടുക്കണം എന്നുകൂടി വിചാരിച്ചാൽ പറ്റും, വേണ്ട. 2 ഡെക്ക് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. സോ പൈൽ 1 എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. പൈൽ 1. ഓക്കെ, പൈൽ 1 ബ്ലൂ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ മനസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ യൂണിവേഴ്സ് എന്താ പറയുന്നത്, എന്ത് തന്നെ ക്വസ്റ്റ്യൻ ആയാലും ശരി. ഓക്കെ, success. Okay, very nice. And perfect timing. One more card. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർ. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സക്സസ് ഉണ്ട് എന്നാണ്. നിങ്ങൾ എന്ത് കാര്യമാണോ ചോദിക്കുന്നത് അതിൽ നിങ്ങൾക്ക് സക്സസ് ആണ്. അതായത് നിങ്ങൾക്ക് ജയിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിജയം ഉറപ്പാണ് എന്നാണ് പറയുന്നത്. ബട്ട് ഓൺലി തിങ് ഈസ് ചിലപ്പോൾ സമയമെടുത്തേക്കാം. ഓക്കെ, ആ സമയം എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ട്. എല്ലാ കാര്യവും നടക്കാനുള്ള ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ടാവും. ആ പെർഫെക്റ്റ് ടൈമിൽ നിങ്ങൾക്കെല്ലാം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. സോ ഇവിടെ പെർഫെക്റ്റ് ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്യലല്ല. ഓക്കെ, അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോവുക. അതിൽ നിങ്ങൾക്ക് സക്സസ് യൂണിവേഴ്സ് സമയമാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു സക്സസ് കിട്ടിയിരിക്കും. ഞാനിവിടെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നൊരു മെസ്സേജ് നിങ്ങൾക്കുണ്ട്. സോ മേ ബി നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് മേ ബി ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് പറയുക. സോ സോറി, എനിക്ക് ഹെൽത്ത് ലേശം ശരിയല്ല, കുറച്ചൊരു ടയർഡാണ്. ഞാൻ മാക്സിമം എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് ക്ലിയർ ആയിട്ട് സംസാരിക്കാനാണ് പറയുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനായാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും അതിനൊക്കെ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾക്കത് തെറ്റായി തോന്നുന്നു, നിങ്ങൾക്ക് നമ്മുടെ വർക്കിന് എന്തെങ്കിലും പ്രോബ്ലം വരുന്ന രീതിക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും നിങ്ങളെ വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. ദേഷ്യത്തോടെ അങ്ങനെയല്ല, അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന തരത്തിലല്ല, ബട്ട് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പറയുക എന്നാണ്. ഓക്കെ, ആൻഡ് സറണ്ടർ. യെസ്, ടൈമിങ്ങിൻ്റെ കാര്യമാണ്. ആക്ഷൻ. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണുന്ന അഗൈൻ ടൈമിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ റിസൾട്ട് എപ്പോൾ വരും എന്ന് നിങ്ങളുടെ മനസ്സിലതാണ്. ഇതെന്താ ഞാൻ ചെയ്തിട്ട് ഇനിയും നടക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് സക്സസ് വരാത്തത്, എപ്പോൾ വരും, എപ്പോൾ കിട്ടും. ആ ചിന്തകളാണ് നമുക്ക് എപ്പോഴും പ്രോബ്ലം. ഓക്കെ, നമ്മൾ ഒരു കാര്യം ഏറ്റെടുത്ത് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി. ഓക്കെ, വർക്ക് ചെയ്യുക, ആക്ഷൻ എടുക്കുക. എന്താണ് വർക്ക് എന്ന് പറയുമ്പോൾ ജോലി മാത്രമല്ല, ഏത് കാര്യത്തിലായാലും. ഓക്കെ, നിങ്ങളുടെ ഒരു എഫേർട്ടാണ് മെയിൻ. അത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക, ബാക്കി യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുക. അതായത് എപ്പോൾ അതിൻ്റെ റിസൾട്ട് വരും എന്നുള്ളത് നിങ്ങൾ ചോദിക്കാതിരിക്കുക, വന്നോളും എന്നുള്ള ആ ട്രസ്റ്റാണ് നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ എപ്പോഴും വേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിലുള്ള ട്രസ്റ്റാണ്. എന്നിട്ട് ഞാൻ ചെയ്ത കറക്റ്റാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതേപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് എനിക്ക് നല്ലത് വരും എന്നുള്ള ട്രസ്റ്റ് വയ്ക്കുക. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്ന അതാണ്, ആക്ഷൻ എടുക്കുക, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്യുക, ബട്ട് ബാക്കി യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്ത് കൊടുക്കുക. എന്താണ് ഫലത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്ന് പറയില്ലേ. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. എനിവേ സക്സസ് ഉറപ്പാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും എല്ലാം എന്നാണ്. സോ ബട്ട് ജസ്റ്റ് ഓക്കെ, അതിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ടാവാം, ആ ഡിലേ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് ശരിയല്ല. ഓക്കെ, സെക്കൻഡ് പൈൽ നമ്മൾ യെല്ലോ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഓക്കെ, സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്കുള്ള ആൻസേഴ്സ് യൂണിവേഴ്സ് നോക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആസ്ക് യുവർ ഏഞ്ചൽസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പീസ്ഫുൾ റെസൊല്യൂഷൻ. വൺ മോർ കാർഡ് പ്ലീസ്. യു ആർ റെഡി. ഓക്കെ,
ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഓക്കെ, നിങ്ങളോട് ആദ്യം പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കൂ. ഏഞ്ചൽസ് എന്ന് പറയുമ്പോൾ ഏഞ്ചൽ ആവണമെന്ന് നിർബന്ധമല്ല, മീൻസ് നിങ്ങൾ ദൈവത്തിന് പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവത്തിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിനോട് ചോദിക്കുക എന്ന രീതിക്കാണ്. നിങ്ങൾ ആക്ച്വലി മെഡിറ്റേഷനോ പ്രാർത്ഥനകളോ ചെയ്ത് നിങ്ങളെ കൂടുതൽ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. ആൻഡ് ഇവിടെ പീസ്ഫുൾ റെസൊല്യൂഷൻ കാണുന്നുണ്ട്. സോ എന്ത് തന്നെ സിറ്റുവേഷൻ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഏതൊരു പ്രശ്നത്തിൻ്റെ കാര്യമാണ്, അതായത് എവിടെയെങ്കിലും പ്രോബ്ലം എന്ന രീതിക്ക്, അതായത് ജോലിയിൽ തടസ്സങ്ങൾ, പ്രോബ്ലങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ആരെങ്കിലുമായിട്ട് പ്രശ്നങ്ങൾ, വഴക്ക്, വീട്ടിലോ കുടുംബത്തിലോ ഒക്കെ ഉള്ള പ്രശ്നങ്ങളായിരിക്കാം. ബട്ട് എന്ത് തന്നെയായാലും പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത്. അതായത് കാര്യങ്ങൾ നമ്മൾ ശാന്തമായിട്ട് ക്ലിയർ ആവും എന്ന് പറയില്ലേ, ആ രീതിക്കാണ്. ഓക്കെ, ഒരു ഒത്തുതീർപ്പ് വരും, അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് വരും. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആവും എന്നാണ് പറയുന്നത്. പീസ്ഫുള്ളായിട്ട് ഇരിക്കും മുന്നോട്ട്. ഓക്കെ, കാര്യങ്ങൾ എന്ത് തന്നെയായാലും അത് ക്ലിയർ ആവും. അതിന് വേണ്ട വഴികൾ മേ ബി നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനോട് തന്നെ, ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക, എന്താണ് ഇവിടെ ഞാൻ ചെയ്യേണ്ടത് എന്ന രീതിയിൽ. ഓക്കെ, കാര്യങ്ങൾ എന്തായാലും ക്ലിയർ ആവുമെന്ന് കാണുന്നതിൻ്റെ കോംപ്രമൈസ് വരുന്ന രീതിക്കാണ്, എല്ലാം ഒരു ഹാപ്പിനെസ് വരുന്ന രീതിക്കാണ് കാണുന്നത്. പേടിക്കണ്ട. ഓക്കെ, ആൻഡ് യു ആർ റെഡി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ബ്ലെസ്സിങ് കിട്ടാൻ നിങ്ങൾ തയ്യാറുമാണ് എന്നാണ് പറയുന്നത്. ആക്ച്വലി വെൻ യു ആർ റെഡി എന്ന് എനിക്ക് ഫീൽ ചെയ്തു പെട്ടെന്ന്. അതായത് നിങ്ങൾ ചില കാര്യങ്ങൾ ക്ലിയർ ആവണമെങ്കിൽ എവിടെയോ നിങ്ങൾ മനസ്സുകൊണ്ട്, അതായത് ആ സിറ്റുവേഷൻ നിങ്ങൾ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ലെസൺ ഉണ്ടാവും, അവിടെ എന്തെങ്കിലും നമ്മൾ ചെയ്യാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉണ്ടാവാം. സോ അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ കാര്യങ്ങൾ ക്ലിയർ ആവും എന്നാണ്. ഓക്കെ, അപ്പോഴാണ് അതിനൊരു സൊല്യൂഷൻ വരുന്നത്. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് വെൻ യു ആർ റെഡി ദ പീസ്ഫുൾ റെസൊല്യൂഷൻ വിൽ ഹാപ്പൻ. ഓക്കെ, മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. സോ എന്താണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, അത് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക. ഓക്കെ, ഈ ഒരു സംഭവം ഇപ്പോൾ ഒരു സിറ്റുവേഷൻ എന്നെ ബോദർ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇതിലൊരു പ്രോബ്ലം ഉണ്ട്, ഒരു പേഴ്സണുമായിട്ടൊരു പ്രോബ്ലം ഉണ്ട്, ജോലി സ്ഥലത്ത് പ്രോബ്ലം ഉണ്ട്, വേറെ ഫാമിലിയിൽ പ്രോബ്ലം ഉണ്ട്, ഇത് എന്താണ് ഇവിടെ ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ഇവിടെ മനസ്സിലാക്കാനുള്ളത് എന്ന് നിങ്ങൾ ഏഞ്ചൽസിനോട്, യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇവിടെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ആൻഡ് നിങ്ങൾ ശരിക്കും അത് മനസ്സിലാക്കുമ്പോൾ യു വിൽ ബി റെഡി എന്നാണ് പറയുന്നത്. ആ റെഡിനെസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. ഓക്കെ, സോറി, ഇന്ന് ഞാൻ സ്പൈലിലൊന്നും പറഞ്ഞാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല, കുറച്ച് ഹെൽത്ത് വൈസ് ഇഷ്യൂ ഉണ്ട് എനിക്ക്, സംസാരിക്കാൻ തന്നെ ഇന്ന് കുറച്ച് സ്പീഡ് കൂട്ടി കണ്ടോളൂ. മേ ബി എൻ്റെ എനർജിയൊക്കെ വല്ലാത്ത ഡൗൺ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജസ് യൂണിവേഴ്സ് എന്താ പറയുന്നത്, വേറെ എന്തെങ്കിലും? ഓക്കെ, റെസിസ്റ്റൻസ്, 2 കാർഡ് എടുക്കാം നമുക്ക്. റിയലൈസേഷൻ, യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇവിടെ റിയലൈസേഷൻ നിങ്ങൾക്കാണ് വരേണ്ടത്. ചില തിരിച്ചറിവ് നിങ്ങൾക്ക് വരാനുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നാണ്. അതിപ്പോൾ ഈ സിറ്റുവേഷനെ ഇത് നോക്കൂ. ആക്ച്വലി ഇതിലും എനിക്കൊരു ഡോറിൻ്റെ ഫീലിംഗ് വന്നു, ഇവിടെയും ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ അഗൈൻ ഏഞ്ചൽസുമായിട്ട് കണക്ട് ചെയ്യുക. അത് രണ്ടും വളരെ സിമിലർ കാർഡ്സ് ആണ്. സോ നിങ്ങൾ ഏഞ്ചൽസുമായിട്ട് കണക്ട് ചെയ്യുക, നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. ഓക്കെ, ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്താണ് പഠിപ്പിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. നിങ്ങളിവിടെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു പാഠം നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ എന്തോ ഇങ്ങനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് കാണുന്നത്, അല്ലേ? നമ്മൾ ചിലത് ഇങ്ങനെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. സോ മേ ബി ഇവിടെ എന്താണ് നിങ്ങൾ മാറ്റേണ്ടത്, എന്തോ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തോ നിങ്ങൾ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്, ചിലത് റിലീസ് ചെയ്ത് കളയാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അതിപ്പോൾ ജസ്റ്റ് നമ്മുടെ ചിന്തകളായിരിക്കാം. ഓക്കെ, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും മറ്റേ പേഴ്സൺ, ഇപ്പോൾ ഒരു വഴക്കിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ആ പേഴ്സൺ ഇങ്ങനെയാണ് എന്ന് ചിലപ്പോൾ ചിന്താഗതി നമ്മുടെ ഉള്ളിലുണ്ടാവും, അതായിരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ആവണം ചില കാര്യങ്ങൾ എന്നുള്ള ഒരു പിടിവാശി എന്ന് പറയുന്നില്ല, നമ്മുടെയൊക്കെ ഒരു കോൺസെപ്റ്റാണ്, അല്ലേ? അപ്പോൾ അത് എന്തോ നിങ്ങൾ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിനെ റിലീസ് ചെയ്ത് കളയാൻ പറയുന്നുണ്ട്. ടെൻഷനായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ. ഓക്കെ, കാരണം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം കേടുവന്ന് പോവുള്ളൂ, അല്ലേ? ശരിക്കും അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലേ? ബട്ട് അതിൻ്റെ ഇടയിൽ നിന്നും വളർച്ചയുണ്ട് ഇവിടെ. സോ നിങ്ങളോട് പറയുന്നത് റിലീസ് ചെയ്ത് കളയാൻ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ റെസിസ്റ്റ് ചെയ്യേണ്ട എന്നാണ്, ഗ്രോത്തിനെ റെസിസ്റ്റ് ചെയ്യേണ്ട എന്നായിരിക്കാം. എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നും പറയുന്നുണ്ട്. സോ ഇവിടെ സിറ്റുവേഷനെ നന്നായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ എന്താണ് പ്രോബ്ലം വരുന്നത് എന്നുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഓക്കെ, ചിലത് നമ്മൾ മനസ്സിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റി കിട്ടുമ്പോൾ ഇവിടെ റെസൊല്യൂഷൻ വരും. ഓക്കെ, സൊല്യൂഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ്റെ ബെറ്റർമെൻ്റ് ആണ് കാണുന്നത് നമുക്ക്. ഓക്കെ, സോ നമുക്ക് പൈൽ 3യിലേക്ക് പോവാം. ഓറഞ്ച് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക്. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ, അതിന് ഒരു ആൻസർ യൂണിവേഴ്സ് എന്താ തരുന്നത് നോക്കാം. Okay, let's see. Within the next few months and improving health. Okay, ഹെൽത്തിൻ്റെ കാര്യമുണ്ട്.
നോട്ട് ദ റൈറ്റ് ടൈം. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് മേ ബി ഇവിടെ ഹെൽത്തിൻ്റെ കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. സോ ഹെൽത്തിനെ കുറിച്ച് നിങ്ങളുടെ ചോദ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾക്കുള്ളതാണ് ഈ മെസ്സേജ്. നിങ്ങൾക്ക് പറയുന്നുണ്ട് ദാറ്റ് ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണും, ഹെൽത്ത് ഇംപ്രൂവ് ആവാനുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത കുറച്ച് മാസങ്ങളിൽ ഓക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ചേഞ്ചസ് നിങ്ങളുടെ ഹെൽത്തിൽ കാണും എന്ന രീതിക്കാണ്. അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റോ അതിന് വേണ്ട കാര്യങ്ങളോ നിങ്ങൾ ചെയ്യണം എന്നുകൂടിയുണ്ട്. ഓക്കെ, ഇവിടെ ഒരു മരുന്ന്, ഒരു കപ്പുണ്ട്. ഇവിടെ കപ്പിൽ നമ്മൾ ശരിക്കും മരുന്ന് എന്നുള്ള രീതിക്കൊക്കെ എടുക്കാം. സോ മരുന്ന് കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മാറ്റം, ഒരു ചേഞ്ച്, ഹെൽത്തിൽ ചേഞ്ച് കാണും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. കുറച്ച് റിലീജിയസ് പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പറ്റിയാൽ ഐ തിങ്ക് അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും തീർത്ഥാടനം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്ന, പക്ഷേ ഏതെങ്കിലും അമ്പലങ്ങളോ എന്തോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. സോ അങ്ങനെ വല്ലതും നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സിൽ നേർന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ട് മറന്നു പോകില്ലേ. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ, പെട്ടെന്ന് എൻ്റെ മനസ്സിലങ്ങനെ ഒരു ഫീലിംഗ് വന്നാണ്. സോ ആർക്കെങ്കിലും ഉള്ള മെസ്സേജ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും നേർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. ഓക്കെ, ആൻഡ് നോട്ട് ദ റൈറ്റ് ടൈം എന്ന് പറയേണ്ടത് ഇപ്പോൾ ആക്ച്വലി റൈറ്റ് ടൈം അല്ല എന്നാണ്. എന്ന് വെച്ചിട്ട് ഇപ്പോൾ എന്ന് റൈറ്റ് ടൈം അല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും റൈറ്റ് ടൈം അല്ല എന്നുള്ള അർത്ഥം. നോട്ട് ഇപ്പോൾ, കറൻ്റ്ലി ഈ സമയം നോട്ട് ദ റൈറ്റ് ടൈം എന്നാണ് പറയുന്നത്. എൻ്റെ ഇവിടെ എനിവേ വിത്തിൻ ദ നെക്സ്റ്റ് മന്ത്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി. ഓക്കെ, സോ ഇവിടെ പറയുന്നത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ചേഞ്ചസ് കാണും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ ശരിയാവുന്നില്ല, ഓക്കെ ആവുന്നില്ല എന്ന് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. സമാധാനമായിട്ടിരിക്കുക, പീസ്ഫുൾ ആയിട്ടിരിക്കുക, റെസ്റ്റ് എടുക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക. ഓക്കെ, അത് പ്രത്യേകിച്ച് ഇത് ആരോഗ്യത്തിൻ്റെ കാര്യമാണെന്ന് വന്നത്. ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, നമ്മളിപ്പോൾ ഇതിനെ വേറെ രീതിക്ക് ഞാൻ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മളിപ്പോൾ റിലേഷൻഷിപ്പ് ഹെൽത്ത് എന്ന് എടുക്കും നമുക്ക്. ഓക്കെ, അങ്ങനെയും വിളിക്കാം. ബിക്കോസ് നമ്മൾ പറയില്ലേ, ഇപ്പോൾ രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു സ്ട്രെങ്ത്തിൻ്റെ കാര്യം അങ്ങനെയാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലായാലും ഓക്കെ വേറെ എന്തെങ്കിലും നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അതിനും ചിലപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളെ ബാധിക്കുന്നുണ്ടാവാം. ഓക്കെ, സോ ആദ്യം ഹെൽത്തിനെ കെയർ ചെയ്യൂ എന്നൊരു മെസ്സേജ് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാത്തവർക്ക് ഇപ്പോൾ നിങ്ങൾ സപ്പോസ് ജോലിയിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്സിലോ ഒക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും അതും ബെറ്റർ ആവും എന്ന രീതിക്കാണ്. ബട്ട് ഇപ്പോഴല്ല. ഓക്കെ, അതിന് കുറച്ച് സമയം, കുറച്ച് മാസം എന്ന് പറഞ്ഞത് അധികം ടൈമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു ഷോർട്ട് പീരീഡ് ആയിരിക്കാനേ വഴിയുള്ളൂ. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് വരെ നമ്മൾ നോർമലി ഒരു 3 months ഒക്കെയാണ് എടുക്കാറ്. ഓക്കെ, അത്രേ നമ്മൾ പറയാറുള്ളൂ. സോ ഇവിടെ ഒരു വിത്തിൻ നെക്സ്റ്റ് 3 months ഐ തിങ്ക് ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആൻഡ് അതിൻ്റെ ഇടയിൽ പക്ഷേ ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സമാധാനമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഹെൽത്തിനെ വളരെയധികം കെയർ ചെയ്യുക. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലും വഴിപാടോ കാര്യങ്ങളോ നേർന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ തീർക്കാൻ ശ്രമിക്കുക. എല്ലാം റൈറ്റ് ടൈമിലെല്ലാം ശരിയായിക്കോളും. ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ സ്ട്രെസ് അടിച്ച് ചിലപ്പോൾ നിങ്ങളുടെ ഹെൽത്തൊക്കെ ബാധിക്കുന്നുണ്ടാവും. സോ കൂടുതൽ അതിനെക്കുറിച്ച് വറി ചെയ്യാതിരിക്കുക. ഓക്കെ, ചിലത് സമയമെടുക്കും എന്നുള്ളതാണ് ഇവിടെ ഒരു ഉദ്ദേശം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ് അല്ലേ. അതിൻ്റെ റൈറ്റ് ടൈം വരെ നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കും. ഓക്കെ, സെൽഫ് ലവ് യെസ്. ഓക്കെ, ഗുഡ്. റിയലൈസേഷൻ വീണ്ടും വന്ന് നിർത്തേണ്ടതാണ്. ഫ്രൂഷൻ. ഓക്കെ, ഇവിടെ ഫ്രൂഷനും പറയുന്നത് ഹെൽത്തിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്ന രീതിയിലാണ്. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അതിൻ്റെ ഫലം കിട്ടും എന്നാണ്. അത് ഏത് കാര്യത്തിലായാലും ശരി. ഓക്കെ, എൻ്റെ ഇവിടെ സെൽഫ് ലവ് പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് നിങ്ങളെ തന്നെ കെയർ ചെയ്യൂ. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിച്ച് ഐ തിങ്ക് ആ ഹെൽത്തിനൊക്കെ ബാധിക്കുന്ന രീതിക്ക് ആവുന്നുണ്ട്. ഇപ്പം നിങ്ങളെ തന്നെ കെയർ ചെയ്യൂ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ തിരിച്ചറിയൂ. ഓക്കെ, നിങ്ങൾക്ക് അവനവന് സമയം കൊടുക്കൂ. ഓക്കെ, അവനവൻ്റെ ഇഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത്. ഇപ്പം അതിനുള്ള സമയമാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ മറ്റു കാര്യങ്ങൾ, നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സൈഡിൽ വെച്ചേക്കാം. ആൻഡ് റിയലൈസേഷനും വരുന്നുണ്ട്. സോ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ കൂടി ഉണ്ടാവാം. അത് സെക്കൻഡ് പൈലിലും വന്നിരുന്നു. സോ മേ ബി കണ്ടു നോക്കിക്കോളൂ. ഓക്കെ, സെക്കൻഡ് പൈലൊന്ന് നിങ്ങൾ ബാക്ക് പോയിട്ട് കണ്ടോളൂ. അതിലും ഇതുണ്ടായിരുന്നു. സോ മേ ബി ചില കാര്യങ്ങൾ നിങ്ങളെന്തോ മനസ്സിലാക്കാനുണ്ട് എന്ന രീതിക്കാണ്. ആ ഒരു റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് മാറ്റം വരും. ഓക്കെ, മേ ബി നിങ്ങളെ തന്നെ കെയർ ചെയ്യണം എന്നുള്ളതായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളെ കെയർ ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക. ഹെൽത്തൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അതൊന്നും മാറ്റി വെക്കരുത്. ഓക്കെ, അത് മാത്രമല്ല ഐ തിങ്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നിങ്ങൾക്കുള്ള സൊല്യൂഷൻ പറയുന്നത് സെൽഫ് ലവ് ആണ്. ഓക്കെ, നിങ്ങൾ അവനവനെ ഒരു ആദ്യം പ്രയോറിറ്റി കൊടുത്തു തുടങ്ങും. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്ത് കാണാം. ഇപ്പോൾ പറയുന്നത് നിങ്ങളെ തന്നെ കെയർ ചെയ്യൂ എന്നാണ്. ഓക്കെ, അതാണ് ഇന്നത്തെ തേർഡ് പൈലിൻ്റെ മെസ്സേജ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.